നമസ്കാരം, ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഞങ്ങളതോടൊപ്പം ഇങ്ങോട്ട് ഗ്രൗണ്ട് ചെയ്തിട്ട് പോയാ കിട്ടും. ലോകത്തിലാദ്യമായിട്ടാണ് ഒരു ജഡ്ജസിന്റെ പാലഭിഷേകം നടത്തുന്നത്. പാലഭിഷേകം എന്തിനാണ്? കഷായം ഗ്രീഷ്മയെ തൂക്കുകയർ വിധിച്ചതിനാണ് നമ്മൾ പാലഭിഷേകം നടത്തുന്നത്. ധാർമ്മികമായ നീതി നടത്തുക. എല്ലാവരും ഒഴിച്ചോ, എല്ലാവരും ഒഴിച്ചോ, എല്ലാവരും ഒഴിച്ചോ. ധാർമ്മികമായ നീതി വിട്ടുനോക്കിയാണ് കല്ലെടുത്ത് വെച്ചാണ് താഴെ കല്ലെടുത്ത് താഴെ ഒരു പുരുഷ കമ്മീഷൻ, അതായത് സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ പുരുഷന്മാർക്ക് നീതിക്കായി ഒരുപാട് പുരുഷന്മാർ വ്യാജ കേസുകളിൽ പെട്ടുപോകുന്നുണ്ട് സ്ത്രീകളുടെ. അതിന് സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ പീഡനത്തിന് വനിതാ കമ്മീഷനുണ്ട്, നമുക്കാണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ പുരുഷ കമ്മീഷൻ ഇല്ല. അതിനു വേണ്ടിയുള്ള നമ്മുടെ ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ബ്രോഷറാണിത്. ഇത് ഞങ്ങൾ സുപ്രീം കോടതി കേസ് കൊടുത്ത് ഇത് പാസ്സാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ എല്ലാ MLA-മാർക്കും MP-മാർക്കും കൊടുത്തിട്ട് ഞങ്ങൾ ഡൽഹിയിലോട്ട് പോയി ഇതിനുള്ള ഫൈറ്റ് ചെയ്യുകയാണ്. പുരുഷ കമ്മീഷൻ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നലെ കമാൽ പാഷ അതായത് മരിച്ച ഒരാളെ കുറ്റം പറയാത്തത് നമ്മുടെ നാട്ടിലെ മാന്യതയാണ്. കോടതി വിധിയിൽ മരിച്ച ഷാരോൺ തെറ്റ് ചെയ്തിട്ടില്ലെന്നും മരണക്കിടക്കയിൽ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നതും വാവ എന്നാണ് വിളിച്ചിരുന്നതെന്നും പറയുന്നത് കോടതി വിധി നിലനിൽക്കെ കമാൽ പാഷ സാറിനെ പോലെ ഹൈക്കോടതി ജഡ്ജിയായ ഒരു വ്യക്തി പറയുന്നത് ഇവൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, ഗതികളില്ലാതെ മരിച്ച പുരുഷനെയെങ്കിലും വേട്ടക്കാരനെ കാണാതിരുന്നു. അതായത് കമാൽ പാഷ സാർ പറഞ്ഞതിന്റെ അന്തസത്ത ഗ്രീഷ്മയിലെയും ഷാരൻ വേട്ടക്കാരനുമാണെന്നാണ്. മരിച്ചാലെങ്കിലും ഒരു മാന്യത നമ്മുടെ കാര്യമില്ലേ? ഇതുകൊണ്ടാണ് മുന്നോട്ട്. നേരെ തിരിച്ചു ഒരു കാര്യം കൊണ്ട് മറുനാടിനോട് ഒറ്റ ചോദ്യം മാത്രം ചോദില്ല. ഞാനും അജിത് കുമാർജിയോ ഇദ്ദേഹമോ ഒക്കെ, അതായത് AKMയുടെ ഏതെങ്കിലും ഒരാൾ നാളെ ഷാരൻ ഗ്രീഷ്മയെ ഷാരനെ ന്യായീകരിക്കുകയോ ഷാരന് വേണ്ടി ഇങ്ങനെ ഒരു ഡിഫൻസ് ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. അതായത് പ്രതിഷേധമൊന്നുമല്ല, ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. ഇവിടെ പക്ഷേ നമ്മളെ പ്രതിഷേധിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഇത് തന്നെയല്ലേ പുരുഷ കമ്മീഷൻ വേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യം. അപ്പൊ ആണുങ്ങൾക്കും ഇത് ഓൾറെഡി അസംബ്ലിയിൽ നമ്മൾ കൊടുത്തു. MLA എൽദോസ് ചെയ്യുന്നുണ്ട്. സ്വകാര്യ ബില്ലായിട്ട് വരികയാണ്. വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ മോഡലിൽ നമുക്ക് ഒരു പുരുഷ കമ്മീഷൻ വേണം. ഈ ജനുവരി 30 മുതൽ AKMA കേരളത്തിൽ ദേശീയ തലത്തിൽ പല കമ്മീഷനും, സേഫ് ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ, മെൻസ് റൈറ്റ് കമ്മീഷൻ, എല്ലാവരുടെയും ഭാഗമായി നമ്മൾ കേരളത്തിൽ ദേശീയ തലത്തിൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ആവശ്യവും നിവേദനവും പ്രക്ഷോഭവും ഒക്കെ ജനുവരി 30 MLA വളരെ പോസിറ്റീവാണ്. MLA നടത്താൻ, അതായത് യൂഷ്വലി രാഷ്ട്രീയക്കാരെ മോശം പറയല്ല, പരിഗണിക്കാനൊന്നുമല്ല, ശക്തമായ അദ്ദേഹം നടത്താനും അദ്ദേഹം ഇന്നലെ എന്നെ കൂടെ കൊണ്ട് നിയമസഭയിലെ മുറിയിൽ പോയി ഓൾറെഡി യുവജന കമ്മീഷന്റെ ഡ്രാഫ്റ്റ് എടുത്തു. കേരളത്തിലെ യുവജന കമ്മീഷന്റെ മാതൃകയിൽ ഒരു മെൻസ് കമ്മീഷൻ അദ്ദേഹം സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി. അതിന്റെ അടക്കം വീഡിയോ അദ്ദേഹം പറയുകയും ചെയ്തു. അതെ, ഇനി രണ്ട് MLA ഇനി ഒരു കാര്യം കൂടെ, MLA ഒരു ഇരയാണ്. ഇരയുടെ വേദന പറഞ്ഞാൽ മനസ്സിലാവും. ഇത് TV കാണുന്ന പല ആൾക്കാരും വ്യക്തി പുരുഷന്മാരും തമാശക്കാരും എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ കൂടി നിൽക്കുന്നവരാരുമേ ഒരു ആശയം കണ്ടു വന്നതല്ല.
അവരുടെ ജീവിതത്തിലെ വേദനയും വിഷമവും കണ്ടാണ് ഇദ്ദേഹം ഒരുപാട് കാലം ഒരു തെറ്റ് ചെയ്യാൻ ജയിലിലിട്ടു. ആ മനസ്സിലെ ദേഷ്യയിലാണ്. അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മുടെ അച്ഛനോ സഹോദരനോ സുഹൃത്തോ ഭർത്താവോ ആരെങ്കിലും അല്ലെങ്കിൽ മകനോ നമ്മുടെ ജയിലിലായ നമുക്കുള്ളിൽ പൊള്ളലുണ്ടാകും. ആ പൊള്ളലാണ് ചില സമയത്തെങ്കിലും നിലവിളികളായി മാറുന്നത്. ആ നിലവിളികളെ കളിയാക്കരുത്, അതിനെ ബഹുമാനത്തോടെ നോക്കണം. അംഗീകരിക്കൊന്നും വേണ്ട, ആ നിലവിളികളെ അധിക്ഷേപിക്കാൻ ഓർഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓർഡർ വാങ്ങിയപ്പോഴൊന്നും ഞാനിവിടെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമത് ഏവർക്കും നന്ദി, നമസ്കാരം.